സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കടലും കാഴ്ചകളും കണ്ടു മടങ്ങുമ്പോൾ അവരുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. അവിടെ കടലോണ്ടി പോയി, ബരക്കല് ബീച്ചിൽ പോയി. അവിടെ പോയി അവിടുന്ന് ഞങ്ങളെ കൈസെല്ലാം തന്നതാണ് ഇത് സാരി, ഞങ്ങൾക്ക് സമ്മാനമായിട്ട്. ഒക്കെ ഞങ്ങൾ ഈ കാലം വരെ അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഞങ്ങൾ പോയിട്ടുമില്ല. ഈ കാലം വരെ ഞങ്ങൾ തൊഴിലുറപ്പ് വകയിൽ അങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇത് നടാടെ ഇറങ്ങിയത്. കൊണ്ടോട്ടി നഗരസഭയിലെ 34-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ADS ആശാവർക്കർമാർ, അങ്കണവാടി ടീച്ചർ തുടങ്ങിയവരാണ് വാർഡ് കൗൺസിലർ അബീന പുതിയർക്കലിനോടൊപ്പം ഉല്ലാസയാത്രയിൽ ഉണ്ടായിരുന്നത്. 14 തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ തന്നെ ആശാവർക്കർ, അംഗൻവാടി ടീച്ചർ, പിന്നെ നമ്മളെ ADS, ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ബീച്ചിൽ പോയി, ലുലു മാള്, ഇന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വ്യത്യസ്ത അനുഭവം തന്നെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. കാരണം ഇവർ 50 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളാണ് അധികം. അപ്പോൾ എന്നും ഇങ്ങനെ തൊഴിലുറപ്പിൻ്റെ ജോലിയും ചെയ്ത് വീട്ടിലും ഒക്കെ നിൽക്കല്ലേ. അപ്പം ഒന്ന് ശരിക്കും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോയി. കോഴിക്കോട്ടെത്തി ബീച്ചിലും മാളിലും കറങ്ങി അക്കോഷോ പ്രദർശനവും കണ്ട് രാത്രിയോടെ തിരിച്ചെത്തി. വാർഡിലെ സുമനസ്സുകളുടെ സഹകരണത്തോടെയായിരുന്നു യാത്രകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. ഞങ്ങൾ 34-ാം വാർഡിൽ നിന്ന് ഒരു ഉല്ലാസയാത്ര പോയതാണ്. അയ്യങ്കാളി തൊഴിലുറപ്പിൻ്റെ ഞങ്ങളെ വാർഡിൻ്റെ കൗൺസിലറാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നെ ഞങ്ങളെ ലുലുമാൾ കാണിച്ചു. ഞങ്ങൾ കോഴിക്കോട് കടലോടി തരക്കരൊക്കെ പോയി. 14 തൊഴിലുറപ്പ് തൊഴിലാളികൾ, ADS ആശാവർക്കർമാർ, അങ്കണവാടി ടീച്ചർമാർ ഉൾപ്പെടെ 18 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. മറക്കാനാവാത്ത യാത്രയായിരുന്നു എന്ന മറുപടിയായിരുന്നു എല്ലാവർക്കും. എയർവൺ ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.